ലുണാറ്റിക്സ് ലുണാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലുണാറ്റിക് അല്ലെങ്കിൽ ഇഡിയറ്റ്സ് എന്ന് യൂറോപ്പിലുള്ള ആളുകളാണ് പറഞ്ഞു തുടങ്ങിയത്. മിഡിൽ ഏജസിൽ യൂറോപ്യന്മാരാണ് ഇഡിയറ്റ്സ് എന്നും ലുണാറ്റിക്സ് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. എന്താ ലുണാറ്റിക്സ് എന്നല്ലേ? മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ബുദ്ധിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളെയാണ് ഇഡിയറ്റ്സ് എന്നും ലുണാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. അതിനുശേഷം ആണ് ആ ഒരു സമയത്തൊക്കെ ഈ ആളുകളെ താമസിപ്പിക്കാനും എല്ലാവരും അവരെ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് അവരെ ഒരു മാറ്റി നിർത്തിയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരെ കുറച്ച് വയലൻ്റ് ആയ സമയങ്ങളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻസെയിൻ ആയിട്ടുള്ള ജയിലറുകൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ക്രൂരമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1800-കളിൽ ഡൊറോത്തിയ ഡിക്സ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, അതേപോലെ തന്നെ കുറേ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ടീം ചേർന്നിട്ടാണ് ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരുപാട് ശ്രമിക്കുകയും ഈ ആളുകളെ അന്ന് ഹോസ്പിറ്റലിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ സുഖമില്ലാത്ത ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥ എവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരാണ് അതിനൊക്കെ ഒരു തുടക്കമിടുകയും ഡൊറോത്തിയ ഡിക്സാണ് ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ഹോസ്പിറ്റൽസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും അതിന് അസൈലം എന്ന പേര് കൊണ്ടുവരികയും ചെയ്തു. അവരെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലം അസൈലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1833 ഈ അസൈലം ഒക്കെ പോപ്പുലറായി തുടങ്ങിയതും 1844 APA എന്ന പുതിയൊരു സംഘടന, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുകയും അതിപ്പോഴും വളരെ ശക്തമായി തുടരുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിനൊരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് ലോകം തന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കാലങ്ങളൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇതുപോലെ മാനസികമായി ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകൾക്കും സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ മാനസികാവസ്ഥ പോലെ തന്നെയാണ് അവർക്കും ഉണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ അവരെ സഹായിക്കുക, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. മറ്റേതൊരു അസുഖത്തെ പോലെയും മനസ്സിന് വരുന്ന അസുഖവും വളരെ കെയറിങ്ങോടെ കാണുക, അതിനെ ചികിത്സിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുക. ആരും അത് സ്വന്തമായിട്ട് ചികിത്സിക്കാതിരിക്കുക. എല്ലാവർക്കും ശുഭദിനം. അതോടൊപ്പം ഇനിയും കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.